Hi everyone, welcome to another class on integration. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തേർഡ് മൊഡ്യൂളിലെ ഇൻ്റഗ്രേഷൻ അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് അതാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളും അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡെറിവേറ്റീവ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. S1 നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രേഷൻ എടുക്കാം. അപ്പോൾ നമ്മളവിടെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം, നമ്മൾ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോസ് എക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന രീതിയിൽ ഇൻ്റഗ്രേഷൻ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ സാധാരണ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇതിനുള്ളിൽ നമ്മൾ നമ്മളുടെ ഫംഗ്ഷൻ ഏതായിരുന്നു? ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആയതുകൊണ്ട് തന്നെ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് എന്ത് വരുന്നത്? സൈൻ എക്സ് വരുന്നത്. ഇതിന് കൂടെ നമ്മളിവിടെ ഡി എക്സ് അടിയിലിട്ട പോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഡി എക്സിന് എഴുതും. ദെൻ റിസൾട്ടായിട്ട് വരുന്ന സൈൻ എക്സ് എഴുതും, പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് എന്ന നിലയിൽ സി എഴുതും. ഇതാണ് നമ്മൾ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. സൈൻ എക്സ് ആണ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. അതേപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു റിസൾട്ടാണ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രലായിട്ട് നമുക്ക് വരുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു റിസൾട്ടാണ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഇ റൈസ് ടു എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്. അതേപോലെ ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ വരുന്നതും എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ 1/x dx. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് നമുക്ക് ലോഗ് എക്സ് ആയിട്ടും പറയാം പ്ലസ് സി, അതല്ലെങ്കിൽ നമ്മൾ ln ആയിട്ട് പറഞ്ഞാലും കറക്റ്റാണ്. രണ്ടും വരുന്നത് എന്ത് തന്നെയാണ്? ഇൻ്റഗ്രൽ 1/x dx തന്നെയാണ്. ദെൻ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു റിസൾട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഇതിൽ നമുക്ക് എക്സാമ്പിൾസും പറയാനുണ്ട്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1/n+1+c ആണ്. ഈ ഒരു റിസൾട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് ഒരിക്കലും മറന്നു പോകരുത്. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ എടുത്തു തരാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളത്. ഇത് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ നമ്മൾ റിസൾട്ട് എഴുതുമ്പോൾ എക്സ് റൈസ് ടു 2+1/2+1 എന്ന് എഴുതും പ്ലസ് സി. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. എക്സ് റൈസ് ടു 2+1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റൈസ് ടു 3 ആണ്. എക്സ് റൈസ് ടു 3/3+c. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷന് കൃത്യമായിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഇതിലൊരു എക്സാമ്പിൾ കൂടി നമുക്ക് എടുക്കാം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4dx ഒക്കെ വരികയാണെങ്കിൽ റിസൾട്ട് നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 4നോട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ് റൈസ് ടു 5/5+c. അപ്പോൾ ആ ഒരു റിസൾട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റിസൾട്ടുകൾ ഞാൻ എഴുതാം. ഇൻ്റഗ്രൽ 1dx എന്നുള്ളത് എക്സ് പ്ലസ് സി ആണ് വരിക. റിസൾട്ടായിട്ട് ഓർത്ത് വെക്കുക. ദെൻ അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള റിസൾട്ട് വരിക കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് സി ആണ്. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളുകൾ കൊടുക്കാം. ഇപ്പോൾ ഇൻ്റഗ്രൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഈസ് ഇൻ്റഗ്രൽ 2dx? ഇൻ്റഗ്രൽ 2dx ചോദിച്ചാൽ 2x ആണ്. 2x പ്ലസ് ഒരു സി ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കംപ്ലീറ്റ് ആയി. ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റുകളുടെ ഇൻ്റഗ്രേഷനും എഴുതാൻ പറ്റും. ദെൻ വളരെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു ഇൻ്റഗ്രേഷൻ റിസൾട്ടാണ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നുള്ളത് നമുക്കറിയാം എന്താണ്? ടാൻ എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ആ റിസൾട്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഒരെണ്ണം കൂടി ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇൻ്റഗ്രൽ 1/1+x² dx എന്നുള്ളത് എന്താണ്? ടാൻ ഇൻവേഴ്സ് 1 എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് ആവശ്യമായ റിസൾട്ടുകളാണ്. കോസ് എക്സ്, സൈൻ എക്സ്, ഇ റൈസ് ടു എക്സ്, 1/x, എക്സ് റൈസ് ടു n, 1k, ദെൻ സീക്ക് സ്ക്വയർ 1/1+x². അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്
ഡെറിവേറ്റീവും ഇൻ്റഗ്രേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഇൻ്റഗ്രൽ ദെൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. ഇതിനിടയിൽ ചെറിയ കുറച്ച് ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാം, എക്സ് സ്ക്വയർ ബൈ 2 ആണ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രലും അറിയാം, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രലും അറിയാം. പക്ഷേ എക്സ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഇതാ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുക, നമുക്ക് ഡെറിവേറ്റീവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ്. ഇപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ആ 2 കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് എക്സിലോട്ട് മാറും. ഇവിടെ നമുക്ക് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെറിവേറ്റീവ് വരുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആയതുകൊണ്ട് തന്നെ ഞാൻ യു ആയിട്ട് എന്തെടുത്തു, എക്സ് സ്ക്വയർ എടുത്തു. ദെൻ ഇനി ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോവാണ്. യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം du/dx ആണ്, അത് 2x ആണ്. പക്ഷെ നമുക്കിവിടെ നോക്ക് എക്സ് ആണുള്ളത്, ഡി എക്സും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡി യു ഈ 2നെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഡി എക്സിനെ എക്സിൻ്റെ അടുത്തേക്ക് എടുത്തു. ഇനി വീണ്ടും നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് വരിക. ഈ ക്വസ്റ്റ്യനിൽ നോക്ക് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് പകരം എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ du/2 ഉണ്ട്, എക്സ് ഡി എക്സിന് പകരം du/2 ഉണ്ട്, ഇൻറ്റു സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുത്തു, യു കൊടുത്തു. ഇപ്പോൾ നമ്മളുടെ എക്സിലുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് യുവിലോട്ട് മാറി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒരു എക്സാമ്പിളായിട്ട് നമ്മളിത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഞാൻ 1/2നെ പുറത്തൊക്കെ എടുത്തു. ഇൻ്റഗ്രൽ സൈനിന് ഞാൻ ആദ്യം എഴുതി സൈൻ യു ഡി. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, 1/2 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാം, അവിടെ നമ്മൾ റിസൾട്ട് എഴുതിയിട്ടുണ്ട്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ യുവിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും, സൈൻ യുവിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് യു ആയിരിക്കും, പ്ലസ് ഒരു സി വരും. ഇനി എക്സിലാണല്ലോ നമ്മൾ ആൻസർ പറയുക എന്നുള്ളത് കൊണ്ട് മൈനസ് കോസ് യുവിന് പകരം ഞാൻ എന്ത് ചെയ്തു, ആ എക്സ് സ്ക്വയർ ഒന്നും കൂടി ആഡ് ചെയ്യും, പ്ലസ് സി. അപ്പോൾ 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള റിസൾട്ടുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ടിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. മിസ്സായവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ആണ്, 1/xൻ്റെ ലോഗ് എക്സ് ആണ്, എക്സ് റൈസ് ടു എൻ്റെ എക്സ് റൈസ് ടു n+1/n+1 ആണ്. അതിന് നമ്മൾ 2 എക്സാമ്പിൾ എടുത്തു, എക്സ് സ്ക്വയർ x³ എക്സ് റൈസ് ടു 4 എക്സ് റൈസ് ടു 5/5. നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ എടുക്കാം, എക്സ് റൈസ് ടു 7 എടുത്താൽ എക്സ് റൈസ് ടു 8/8. 1dxൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്, കെ ഡി എക്സിൻ്റെത് കെ എക്സ് ആണ്. ദെൻ അതിനൊരു എക്സാമ്പിൾ 2ഓ 3ഓ ഏതും എടുക്കാം. സിക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ് ആണ്, 1/1 + x² ടാൻ ഇൻവേഴ്സ് എക്സ്. പിന്നെ നമ്മൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആയതുകൊണ്ട് നമ്മൾ യു ആയിട്ട് എടുത്തു, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. യു ഉള്ള ആളുകളൊക്കെ ഒരു ഭാഗത്തേക്കും എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്കും എത്തിച്ച് നമ്മളുടെ ക്വസ്റ്റ്യനിൽ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഡി എക്സിന് പകരം du/2 സൈൻ ഓഫ് യു, സൈൻ യുവിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് യു ആണ്, മൈനസ് കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇല്ലാത്ത റിസൾട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കാം. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ റിസൾട്ടുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.